ദ ട്രൂ പോയിൻറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണല്ലോ. പുതുപ്പറമ്പാണ് എൻ്റെ നാട്. മലപ്പുറം ജില്ലയിലെ എടരിക്കോട് പഞ്ചായത്തിലെ ശാലീന സുന്ദരമായൊരു ഗ്രാമം. വയലും തോടും പാടവും പുഴയും ഒക്കെയുള്ള നിഷ്കളങ്കരായ ആളുകൾ താമസിക്കുന്ന മനോഹരമായ ഒരു ഗ്രാമം. ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ മഴ ശക്തമായപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും വെള്ളം കയറി. പുതുപ്പറമ്പ് പുഞ്ചപ്പാടം നല്ലൊരു മനോഹരമായ ഒരു കാഴ്ചയായി ആ സമയത്ത് മാറുകയുണ്ടായി. പുതുതായിട്ട് റോഡ് നിർമ്മിച്ച് ഗതാഗതയോഗ്യമാക്കിയ ഒരു സ്ഥലമാണ്. പുതുപ്പറമ്പിനെയും അതുപോലെ വെന്നിയൂരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക് റോഡ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ പിന്നോക്ക പ്രദേശത്തിൻ്റെ പുരോഗതിയിൽ ഇവിടെ ഉണ്ടാക്കിയ റോഡുകളും തോടുകളും പാലങ്ങളും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഏറ്റവും പിന്നോക്കം നിന്നിരുന്നൊരു പ്രദേശമാണ്. എടരിക്കോട് ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടാൽ പുതുപ്പറമ്പ് അങ്ങാടിയിൽ സമാപിക്കുന്ന ഒരു റോഡ്, അതും ഒരു ചെമ്മൺ പാതയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് റോഡ് ടാർ ചെയ്തു. അത് കഴിഞ്ഞ് മഞ്ഞാമാട് എന്ന് പറയുന്ന കടലുണ്ടിപ്പുഴക്ക് പാലം നിർമ്മിക്കപ്പെട്ടു. ആ പാലം വഴി വേങ്ങര പഞ്ചായത്തുമായി ബന്ധിപ്പിക്കപ്പെട്ടു. അതോടൊപ്പം വെന്നിയൂരിലേക്ക്, അതായത് തിരുരങ്ങാടി മുനിസിപ്പാലിറ്റിയിലേക്കും തെന്നല പഞ്ചായത്തിലേക്കുമുള്ള റോഡുകൾ പെരുമ്പുഴ പാടം വഴി നിർമ്മിക്കപ്പെട്ടു. ഏറ്റവും അവസാനം നിർമ്മിച്ച റോഡും അതിൻ്റെ പരിസരത്ത് വെള്ളം കയറിയപ്പോൾ കുട്ടികളുടെ ആഹ്ലാദവും ഒക്കെയാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ശരിക്കും അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ജനങ്ങളതിന് വളരെ ആഹ്ലാദപൂർവ്വം ഏറ്റെടുത്തു. പാടത്ത് വെള്ളം കയറി അതിൻ്റെ ആഘോഷം നീന്തൽ മത്സരങ്ങളായും ഒക്കെ ആൾക്കാർ ആഘോഷിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു നാടിൻ്റെ വികസന സാധ്യതകളിൽ ഒരു റോഡിന് എത്ര വലിയ പങ്ക് വഹിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. നിങ്ങൾ നോക്കി ഇതിൻ്റെ മനോഹാരിത. ഞാൻ ഓർക്കുന്നൊരു രംഗം, നമ്മൾ ചില വിദേശ രാജ്യങ്ങളൊക്കെ പോയി ഇറങ്ങുമ്പോൾ അവിടുത്തെ സീനറി കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. യഥാർത്ഥത്തിൽ പുതുപ്പറമ്പ് പുഞ്ചപ്പാടത്തിൻ്റെ ഈ വീഡിയോ ദൃശ്യം കാണുമ്പോൾ ഇതേതൊരു രാജ്യത്തേക്കാളും മനോഹരമാണ് ഈ പ്രദേശം എന്ന് നമുക്ക് തോന്നും. വളരെ നല്ല ഒരു ദൃശ്യഭംഗി ഇതിനുണ്ട്. ഒരു നാട് അതിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് റോഡുകളും പാലങ്ങളും തന്നെയാണ്. മറ്റൊരു നാടുമായി ബന്ധിപ്പിക്കുന്ന, നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സഹായിക്കുന്ന റോഡുകളും പാലങ്ങളും ഒക്കെ ആ നാടിൻ്റെ വികസനമാണ്. അതോടൊപ്പം ഇതിൻ്റെ ടൂറിസ്റ്റ് ഭംഗി, അതിൻ്റെ ഒരു മനോഹാരിത, ഗ്രാമീണമായ ഭംഗി കൂടി ഈ ദൃശ്യങ്ങളിൽ കാണാം. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ നാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ നാടിൻ്റെ മനോഹാരിത കണ്ട് നിങ്ങൾക്ക് സന്തോഷമായി മടങ്ങാം. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ദ ട്രൂ പോയിന്റിലേക്ക്